അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് നൂർ ഫാത്തിമയെ കാണാൻ വന്ന ആ ഒരു ഉമ്മയും മകളും അവരെ നൂർ ഫാത്തിമ സ്വീകരിച്ചിരുത്തി. വന്ന അന്ന് ഉമ്മ പറഞ്ഞിരുന്നു, എനിക്കൊരു മോളുണ്ട്, കല്യാണമൊന്നും ശരിയാകണില്ല, അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പ്രയാസങ്ങളുണ്ട്, അതുപോലെ തന്നെ അവളുടെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും നിറത്തിൻ്റെ കാര്യത്തിലൊക്കെ ആ ഉമ്മ പറഞ്ഞിരുന്നു. അങ്ങനെ നൂർ ഫാത്തിമ അവളെയും കൊണ്ട് ഒന്ന് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ആ ഉമ്മയും മകളുമാണ് എത്തിയിട്ടുള്ളത്. വന്നപ്പോൾ അവർക്ക് എന്തൊക്കെയോ പാരിതോഷികങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. നൂർ ഫാത്തിമ വളരെയധികം സ്നേഹത്തോടെ തന്നെ അവരെ സ്വീകരിച്ചിരുത്തി. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നൂർ ഫാത്തിമയ്ക്ക് വല്ലാതെ വിഷമം തോന്നി. കാരണം അത്രയ്ക്കും വേദനിപ്പിക്കുന്ന രീതിയിലാണ് ആ കുട്ടിയുടെ ഫേസ് കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ ആ ഉമ്മക്ക് വളരെയധികം സങ്കടമുണ്ട്. നൂർ ഫാത്തിമയോട് ആ ഉമ്മ പറഞ്ഞു, മോളെ, എൻ്റെ മോളെ കൂടെ ഉള്ളവരൊക്കെ കെട്ടിച്ചു കഴിഞ്ഞു, അവർക്ക് ഒക്കെ കുട്ടികളായി തുടങ്ങി. പക്ഷെ എൻ്റെ മോൾക്ക് ഉമ്മ, നിങ്ങൾ സമാധാനപ്പെടൂ, പഠിച്ച റബ്ബ് ഒന്ന് കരുതിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ ടൈം ആകുമ്പോഴേ അതൊക്കെ റെഡിയാകും. മോളെ, എൻ്റെ കുട്ടീൻ്റെ മുഖത്തൊക്കെ നോക്കിയേ, കാണാൻ വയ്യാത്ത രീതിയിലാണ്. എന്തെനിക്കറിയില്ല, ഇങ്ങനെ കരിവാളിച്ചും മുഖക്കുരുമായിട്ടും അങ്ങനെ വരികയാണ്. എല്ലാവരും കാണാൻ വരുന്നോലൊക്കെ ഒരു നോട്ടം നോക്കും, പിന്നെ അതിനെക്കുറിച്ച് മറ്റൊന്നും പറയൂല, വിവരം പറയാമെന്ന് പറഞ്ഞു പോകും. അങ്ങനെ ആകാംക്ഷയോടെ ഞാനും എൻ്റെ മോളും കാത്തിരിക്കും. പക്ഷേ പിന്നീട് ഒരു വിളിയും ഉണ്ടാവില്ല. പിന്നീട് ബ്രോക്കർ പറയും, അതേ ചെക്കന് വഴിയേറാണ്, വഴി ദൂരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും പിന്മാറും. ഒരിക്കലും അതൊന്നുമല്ല, എൻ്റെ കുട്ടിയെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് എല്ലാവരും അതിൽ നിന്ന് പിന്മാറുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എങ്കിലും പ്രതീക്ഷയോടെ അവൾ ഉപ്പാക്കാണെങ്കിൽ സുഖമില്ലാത്ത അവസ്ഥയും പിന്നെ ആങ്ങളമാരൊക്കെ ഉണ്ട്, അവരൊക്കെ വേറെ വീടൊക്കെ എടുത്ത് പോയി. പക്ഷേ ഇങ്ങനെയൊരു പെങ്ങളുള്ള വീട്ടിൽ അവരാരും നിൽക്കുന്നുമില്ല. അവളുടെ കാര്യത്തിന് ഒരുപാടൊക്കെ അവർ ശ്രമിച്ചു, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവരും ഭാര്യയും മക്കളൊക്കെ ആയില്ലേ. അപ്പോൾ പിന്നെ എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ഭയങ്കര ഒരു സങ്കടമാണ് എനിക്ക്. അവളും കൂടി ഇറങ്ങിക്കഴിഞ്ഞാലാണ് എനിക്കൊന്ന് സമാധാനത്തിൽ കണ്ണടക്കാൻ പറ്റുക. ആ ഉമ്മയുടെ ദയനീയത നിറഞ്ഞ ആ ഒരു വാക്കുകൾ അത് നൂർ ഫാത്തിമയെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഉമ്മ, നിങ്ങൾ കരയല്ലേ, സങ്കടപ്പെടാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഓരോ പരീക്ഷണങ്ങളായിട്ടും ഒക്കെ നൽകും, അതിലൊക്കെ നമ്മൾ ക്ഷമിക്കണം. ഉമ്മയുടെ മോള് വിരൂപിയൊന്നും അല്ലല്ലോ, അത് മുഖത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ലേ, അതൊക്കെ മാറ്റിയെടുക്കുന്ന കേസല്ലല്ലോ. പിന്നെ എത്രയോ അംഗവൈകല്യമുള്ള കുട്ടികളൊക്കെ ജനിക്കുന്നു ഓരോരുത്തർക്ക്. അങ്ങനെയൊക്കെ അവസ്ഥ കാണുമ്പോഴൊക്കെ അതൊന്നും പിന്നെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഫേസിൽ അതൊക്കെ എല്ലാത്തിനുള്ള മരുന്ന് നമ്മളെ ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ. മോളെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരേ, എൻ്റെ കുട്ടിയുടെ മുഖത്തൊക്കെ ഒന്ന് മന്ത്രിച്ചോതി കൊടുക്കുമോ? ഉമ്മ, ഞാൻ അങ്ങനത്തെ ചികിത്സയും കാര്യങ്ങളൊന്നും പഠിച്ച ആളല്ല ഒരിക്കലും. ഞാൻ നമ്മുടെ ഖുർആനിലുള്ള എന്നെ ഉസ്താദ് പഠിപ്പിച്ചു തന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ആയത്തുകൾ, അതുപോലെ ദിക്റുകൾ, ദുആകൾ, അതൊക്കെ മാത്രമേ എനിക്കറിയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഞാൻ ചികിത്സ ചെയ്യുന്ന ഒരാളേ അല്ല. മോളെ, എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, എൻ്റെ മോള് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊക്കെ ശരിയാവുന്നു. ഉമ്മമാർ ദുആ ചെയ്താലാണ് മക്കൾക്ക് അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഉത്തരം കിട്ടൽ. ഉമ്മമാർ ദുആ ചെയ്താലാണ്. ഉമ്മ, നിങ്ങളുണ്ടല്ലോ ദുആ ചെയ്യാൻ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നിങ്ങളുടെ മോളെ കാര്യത്തിൽ പെട്ടെന്ന് നല്ല ഹൈറായൊരു ഭർത്താവ് ഉണ്ടാവുവാനും എല്ലാത്തിനും വേണ്ടി ദുആ ചെയ്യുക. കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും പടച്ച റബ്ബ് അത് നൽകും. ഉമ്മ, നിങ്ങൾ കൈകൾ, അവൾ ഭാഗ്യവതിയല്ലേ, നിങ്ങളുടെ കൈകൾ പ്രാർത്ഥിക്കുവാനുണ്ടല്ലോ, അത്രക്കും ഭാഗ്യം ചെന്ന കുട്ടിയാണ് അവൾ. നിങ്ങളിപ്പോൾ മറ്റു മക്കൾക്ക് വേണ്ടിയിട്ടൊന്നും അത്ര പ്രാർത്ഥിക്കാറില്ലല്ലോ. ഇല്ല മോളെ, എനിക്ക് എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ മാത്രം. കാരണം മറ്റുള്ളവരൊക്കെ സുഖമായിട്ട് ജീവിക്കുകയാണ്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, റാഹത്ത് തന്നെയാണ്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ, ഞാനും ദുആ ചെയ്യാം. മോളെ, ഇവിടെ ഇരുന്നോ, അവളെന്താ നിൽക്കുന്നത്? അവളതാ നൂർ ഫാത്തിമയും ഉമ്മയും സംസാരിക്കുന്ന ആ ഭാഗത്തേക്ക് വരുന്നു. ഇരിക്കും മോളെ. എന്താ മോളുടെ പേര്? എൻ്റെ പേര് ഫർസാന. മാഷാ അല്ലാ, നല്ല പേര് കേട്ടോ. ഫർസാന മോളെ, മോളെന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. മോൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ വിഷമമുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസമുണ്ടോ? ഇത്ത, എനിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇപ്പോഴൊരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും എന്നെ കളിയാക്കും, അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. അതെ, പുറത്തിറങ്ങാൻ വയ്യ. ക്ലാസ്സിലെ കുട്ടികൾ വരെ
കാക്കക്കറുമ്പീന്നോ കറുത്ത മുത്തുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും. സത്യം പറഞ്ഞാൽ എന്നോട് കൂട്ടുകൂടാൻ വരെ എനിക്കൊരാളില്ല. എല്ലാ ഫ്രണ്ട്സും എന്നെ കാണുമ്പോൾ അകന്നു പോകും. അതെ, അവരുടെ കൂട്ടത്തിലൊന്നും നിൽക്കാൻ ഞാൻ ഒരിക്കലും. ഹേയ് മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളൊക്കെ പല കുട്ടികൾക്കുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ളവരെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടും. മോൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യേ. ഇൻഷാ അല്ലാ മോളുടെ മുഖത്തത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ റെഡിയാകും. മുഖമൊക്കെ നല്ല രീതിയിൽ നിറം വയ്ക്കാനും ഭംഗി കൂടാനും. മോളെ, പിന്നെ കറുപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ഭംഗിയല്ലാത്ത കളറല്ല. കറുപ്പിന് 7 അഴകാണുള്ളത്, അതറിയില്ലേ? പക്ഷേ മോളുടെ മുഖത്തുള്ള ഈ പിമ്പിൾസും കാര്യങ്ങളും അതൊക്കെ ഇൻഷാ അല്ലാ അതൊക്കെ മാറിപ്പോയിക്കോളും. പിന്നെ മോള് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെയ്താലേ ഇൻഷാ അല്ലാ ഏകദേശം 2 ആഴ്ച കൊണ്ട് തന്നെ മോൾക്ക് നല്ല രീതിയിൽ മാറ്റം വരും. അതിലുമ്മ പറഞ്ഞു, പൊന്നു മോളെ, അത് ചെറുപ്പത്തിലൊന്നും എൻ്റെ കുട്ടി ഇങ്ങനെയൊന്നുമില്ല. ഇപ്പം അങ്ങോട്ട് വലുതായതിൻ്റെ ശേഷമാണ്. മുഖം മാത്രമാണ്, കയ്യിനും കാലിനൊന്നും കുഴപ്പമൊന്നുമില്ല. മുഖം അങ്ങോട്ട് കരിവാളിച്ച് മുഖം അങ്ങോട്ട് എന്തൊക്കെയായി പല പാടും കലയൊക്കെ വന്നിട്ട് ആകെ അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടാണ് എൻ്റെ മോൾക്ക്. സത്യം പറഞ്ഞാൽ ഒരാളെ മുഖത്തേക്ക് പോലും അവൾക്ക് നോക്കാൻ പ്രയാസമാണ്. ഉമ്മ അതൊന്നും സാരമില്ല, ഇൻഷാ അല്ലാ ഒക്കെ മാറിക്കോളും. മോളെ ഇവിടെ ഇരിക്കേ. നൂർ ഫാത്തിമയുടെ മുമ്പില്ലതാ അവളിരിക്കുന്നു. ഫർസാന ഖുർആൻ പാരായണം ചെയ്യാറില്ലേ? ആ, സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അത് പറ്റില്ല. ദിവസം നമ്മൾ സുബഹിക്ക് ശേഷം ഖുർആൻ പാരായണം ചെയ്യണം. അതിനുവേണ്ടി സമയം കണ്ടെത്തണം. കാരണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടും പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു കറക്റ്റായിട്ട് ഒരു സമയം കണ്ടെത്തണം. പ്രത്യേകിച്ച് സുബഹിൻ്റെ ശേഷം അല്പം സമയം രാവിലത്തെ ആ തുടക്കം ഖുർആൻ കൊണ്ടാകണം. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ മുഖം പ്രകാശിക്കും. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമ്മൾ സുബഹിന് ശേഷം ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ശീലിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ടിപ്സ്. അതായത് അപ്പം തന്നെ മുഖത്തിന് പ്രകാശം വരും. ഒരിക്കലും ഞാൻ അതിൻ്റെ ഇഷ്ടപ്രകാരം പറയല്ല കേട്ടോ, എനിക്ക് എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചു തന്നതാണ്. ഇൻഷാ അല്ലാ ഇത്ത, ഞാൻ ഇനി മുതൽ അങ്ങനെ ചെയ്തോളാം. രാവിലെ സമയം കിട്ടാത്തപ്പോഴേ കോളേജിൽ പോകണ തിരക്കൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നിസ്കാരമൊക്കെ കണ്ട് കഴിച്ച് അങ്ങോട്ട് പോരുന്നതാണ്. ആ മോളെ, നമുക്ക് നമ്മളെ കാര്യം, നമ്മുടെ ശരീരം, നമ്മുടെ മുഖമൊക്കെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള കുറച്ച് ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്താൽ കറക്റ്റായിട്ട് എന്തായാലും മുഖമൊക്കെ നല്ല രീതിയിൽ പ്രകാശിക്കും. ഖുർആൻ ഓതുമ്പോഴേ നെയ്യത്തോടു കൂടി ഇരിക്കണം. എപ്പോഴും ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഓതുന്ന പോലല്ല, നല്ല രീതിയിൽ ഭക്തിയിൽ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ കലാമാണ് ഞാൻ പാരായണം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ അങ്ങനെ ചെയ്യണം ഇൻഷാ അല്ലാ സുബഹിന് ശേഷം കേട്ടോ. പിന്നെ അടുത്ത ടിപ്പ് ഒന്നും കൂടെ പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ ചുണ്ടുകൾക്ക് നല്ല ഭംഗി കിട്ടാൻ, അതായത് നല്ല കളറ്, നല്ല റോസാപ്പൂ ഇതിൽ പോലുള്ള ചുണ്ടുകൾ, ചാമ്പക്കി ചുണ്ടുകൾ എന്നൊക്കെ പറയില്ലേ, ഇത്തിയുടെ പോലെയല്ലേ? അങ്ങനെയല്ല മോളെ, എനിക്ക് അൽഹംദുലില്ലാ അല്ലാഹു നൽകിയ ഈ ഒരു ഇതിൽ ഞാൻ തൃപ്തിപ്പെടുകയാണ്. ഒന്നും എനിക്ക് പറയാനില്ല. അതിന് ഇത്ത നിങ്ങൾക്കൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പടച്ച റബ്ബ് അത്രക്കും നല്ല രീതിയിലുള്ള സൗന്ദര്യം നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. മാഷാ അല്ലാ, ഇത്രയൊന്നും ഞാനില്ലായിരുന്നു. പക്ഷേ ഖുർആൻ പാരായണം കൊണ്ടും അതുകൊണ്ടൊക്കെ എനിക്ക് കുറച്ച് അള്ളാഹു നൽകിയതാണ്. അതുപോലെ മോള് ചെയ്താലും മോൾക്ക് ലഭിക്കും. പിന്നെ നല്ല താമരപ്പൂ ഇതിൽ പോലുള്ള, റോസാപ്പൂ ഇതിൽ പോലുള്ള, അതുപോലെ ചാമ്പയ്ക്ക പോലുള്ള ചുണ്ടുകൾ, നല്ല ഒരു പിങ്ക് കളറിലുള്ള നല്ല മനോഹരമായ ചുണ്ടുകൾ, ലിപ്സ്റ്റിക്കൊന്നും ഇടാതെ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായി നിൽക്കുന്ന ചുണ്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്വലാത്ത് ചൊല്ലുക. മുത്തു ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കൊണ്ടിരുന്നാലേ ചുണ്ടുകൾക്കൊക്കെ നല്ല ഭംഗി ലഭിക്കും. അത് ഇൻഷാ അല്ലാ മോൾ അങ്ങനെ ചെയ്യുക. നമ്മൾ മാക്സിമം ടൈം കിട്ടുമ്പോഴൊക്കെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. നമുക്ക് അള്ളാഹു നൽകും നല്ല ചുവന്ന മനോഹരമായ ചുണ്ടുകൾ, മനോഹരമായ അധരങ്ങൾ പടച്ച റബ്ബ് നമുക്ക് നൽകും. സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. പിന്നെ വേറെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. തേനെ ഒഴിച്ച് സ്ക്രബ് ചെയ്യുക, ആ രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ചെയ്യാം. അതിൽ ഏറ്റവും പെർഫെക്റ്റ് നമ്മൾ അള്ളാഹുവിനോട് ആത്മീയമായ മരുന്നുകളാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ മുഖം പ്രകാശിക്കാൻ, ഒരു അട്രാക്ഷൻ തോന്നാൻ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പറയുന്നില്ല കേട്ടോ. അത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം ചെയ്യാനുള്ളതാണ്. ഒരിക്കലും ഒരാളെ നിർബന്ധിച്ച് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടില്ല.
കാരണം അത് സുന്നത്താണ്. ആ ഒരു സുന്നത്തായ കർമ്മങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മുഖം പ്രത്യേകമായിട്ട് നമുക്കൊരു എടുത്തു കാണിക്കും. അതെല്ലാവരുടെ ഇടയിലും ഒന്നുകൂടെ ഭംഗിയായിട്ട്. അതെന്താ ഇത്താത്ത? പൊന്നുമോളെ പറഞ്ഞു കൊടുക്കുക, എൻ്റെ കുട്ടി അതുപോലൊക്കെ ചെയ്തോളും. ആ ഉമ്മ പറഞ്ഞു. അതെ, തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളതാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖം വളരെയധികം പ്രകാശിക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ അത് കൂടുതൽ പ്രകാശിക്കും. അല്ലെങ്കിൽ ഭൂമിയിലുള്ളവരുടെ ആണെങ്കിലും അവരുടെ മുഖത്തിന് പ്രത്യേക ഒരു ഭംഗിയുണ്ടാവും. അത് തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന ഒരു വലിയൊരു പ്രതിഫലമാണ് അത്. മോള് നിസ്കരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം അത് ആ ടൈം ആയതുകൊണ്ട് തന്നെ പലർക്കും ഇല്ലിത്താ ഞാൻ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഫർള് നിസ്കാരം തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കഴിച്ചു പോകും. മോൾ ആ കാര്യത്തിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ബുദ്ധിമുട്ടാക്കാൻ പറയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മോൾക്ക് നല്ല മാറ്റം കാണും. ഏകദേശം ഒരു 2 ആഴ്ചയോളം അത് തുടർച്ചയായി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് എൻ്റെ അടുത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരണം. വന്നിട്ട് ഞാൻ മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ശരിക്കും നമുക്ക് കാണാൻ കഴിയുമല്ലോ, ഇൻഷാ അല്ലാ. പിന്നെ മോളെ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് സുബഹിന് ശേഷം വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന് മുമ്പായിട്ട് പലതവണ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ആരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മോൾക്ക് കൂടി ഞാൻ പറഞ്ഞു തരാം. കാരണം പ്രായമായി നിൽക്കുകയാണ്, പലരും കാണാൻ വരും, പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇനി ഉണ്ടാവില്ല. ഫർസാന മോളുടെ മുഖം ശരിക്കങ്ങ് മാറിയിരിക്കും ഇത് ചെയ്താൽ കറക്റ്റായിട്ട്. ഇത് പടച്ച റബ്ബ് നമുക്ക് തന്നതാണ്. അത് നമ്മൾ മാക്സിമം അത് എന്താ പറയുക ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് പല പല ഓഫറുകൾ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലേ ഇൻഷാ അല്ലാ നല്ല രീതിയിൽ ഫേസൊക്കെ പ്രകാശിക്കും. അത് മറ്റൊന്നുമല്ല കേട്ടോ, വളരെ സിമ്പിളാണ്. സൂറത്തുൻ നൂറിലെ 35-ാമത്തെ ആയത്ത്, അല്ലാഹു നൂറു സമാവാത്തി വൽ അർളി എന്ന് തുടങ്ങുന്ന ഈ ഒരു ആയത്ത് സുബഹിക്ക് ശേഷം ഇരിപ്പിലിരുന്നു കൊണ്ട് ഒരു 3 തവണ ഓതിയിട്ട് നമ്മുടെ കൈകളിൽ ഊതിയിട്ട് മുഖമാസകൾ അങ്ങോട്ട് തടവുക. ഇൻഷാ അല്ലാ അത് ഒരു 2 ആഴ്ച, ഞാൻ പറഞ്ഞ കണക്കൊരു 2 ആഴ്ച എന്ന് വെച്ചാൽ 2 ആഴ്ച കഴിഞ്ഞ് നിർത്തണം എന്നല്ല കേട്ടോ. 2 ആഴ്ച ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഒരു ഫേഷ്യലിൻ്റെയും ഒന്നിൻ്റെ ഒരു മേക്കപ്പിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഖുർആൻ സൂറത്തിലെ ഈ ഒരു ആയത്ത് സൂറത്ത് നൂറിലെ 35-ാമത്തെ അല്ലാഹു നൂറ് സമാവാത്തി എന്ന് പറഞ്ഞുള്ള ഈ ഒരു ആയത്ത് അതെന്നും പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും ഇൻഷാ അല്ലാ നമുക്ക് നല്ലൊരു മാറ്റം പടച്ച റബ്ബിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടും. അത് നോക്കിക്കോ മോളെ. നമ്മൾ ഒരുപാട് ക്യാഷ് മുടക്കിയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യലും ബ്ലീച്ചും കാര്യങ്ങളും അതും ഇതൊക്കെ ചെയ്തു വരും. പക്ഷേ അതൊക്കെ താൽക്കാലികം മാത്രം. പക്ഷേ ഇതങ്ങനല്ല. അത്രയ്ക്കും ഇതിൻ്റെ പവർ എന്ന് വെച്ചാൽ ഭയങ്കര പവറാണ്. ഇതിൻ്റെ അർത്ഥങ്ങൾ ഒന്ന് ശരിക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് വിശദീകരണമാണ് ഇതിനുള്ളത്. വെളിച്ചം, നൂറെന്ന് പറഞ്ഞാൽ തന്നെ എന്താ, പ്രകാശം, വെളിച്ചം. അത് കേട്ട് ആ ഉമ്മ ചോദിച്ചു, മോളെ അപ്പോൾ മോളുടെ പേര് നൂർ ഫാത്തിമ എന്നല്ലേ? പ്രകാശമുള്ള ഫാത്തിമ അല്ലേ? അത് കേട്ട് നൂർ ഫാത്തിമ ചിരിച്ചു. ഉമ്മ, അതെ, നൂറെന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. അൽഹംദുലില്ലാ, ആ ഒരു പേര് സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. മോളെ, അപ്പം അങ്ങനെയൊക്കെ പേരിട്ടാലും നല്ലതാണല്ലേ ഉമ്മ? നല്ല ഹയറായ പേരിട്ടാൽ അതിനനുസരിച്ചാവും എന്നൊക്കെയാണല്ലോ. എന്തായാലും ഫർസാന മോളെ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ മോളെ. ഞാൻ പറഞ്ഞത് മറക്കല്ലേ കേട്ടോ. ഇതുപോലൊക്കെ ചെയ്തിട്ട് ഉമ്മ നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണേ. അവൾ ഇനിയിപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ മടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ആദ്യത്തെ ദിവസം നമുക്ക് മടി ഫസ്റ്റ് തോന്നും. പിന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ആ ടൈം ആകുമ്പോൾ നമ്മൾ അറിയും. അലാറം പോലും വെക്കേണ്ട ആവശ്യം വരില്ല. എന്തെന്നറിയില്ല, ആ സമയത്ത് പടച്ച റബ്ബ് ഒരു ഉണർച്ച തരും. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്കൊക്കെ ഈ ഒരു അനുഭവം ഉണ്ടാകും. ഈ ഒരു അനുഭവം ഉള്ളവരൊക്കെ ഇൻഷാ അല്ലാ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ആ ഒരു സമയത്ത് അലാറൊന്നും വെക്കാതെ കറക്റ്റ് 4 മണിക്ക് അല്ലെങ്കിൽ 3:30 ഉണരുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടാകും. ആ ഒരു സമയത്ത് പടച്ച റബ്ബിനോട് നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുക. അല്ലാഹുവേ, എൻ്റെ വിഷമം എന്താണ്, എൻ്റെ പ്രയാസം എന്നതാണ്, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമാണപ്പോൾ. ആ ഒരു സമയത്താണ് പഠിച്ചോനെ ഈ ഒരു ദുആ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അള്ളാഹു വിചാരിക്കും, ആ ഒരു സൃഷ്ടി എന്നോട് ദുആ ചെയ്യുന്നുണ്ട്, എന്നോട് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കാനാൽ പറ്റില്ലല്ലോ. അങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്താൽ എല്ലാത്തിനും ഉത്തരം കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ മോളുടെ ഒരു കാര്യം പടച്ച റബ്ബിനോട് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുക.
ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക, സ്വലാത്ത് ചെല്ലുക. പിന്നെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള സൂറത്തു നൂറിലെ 35-ാമത്തെ ആയത്ത് അല്ലാഹു നൂറു സമാവാതി വൽ അർളി, അത് 3 പ്രാവശ്യം എന്നും സുബഹിക്ക് ശേഷം ആ നിസ്കാരപ്പായലിരുന്നു കൊണ്ട് ഓതി, കൈകളിലൂതി മുഖമാസകരം തടവുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായും അതിന് ഒരു പരിഹാരം ഉണ്ടായിരിക്കും, ഉറപ്പാണ്. കാരണം പടച്ച റബ്ബ് പറഞ്ഞാണ്, അള്ളാഹു പറഞ്ഞതാണ് ഒക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വാക്കുകളൊന്നും വെറുതെ ആവില്ലല്ലോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അതുപോലെയൊക്കെ ചെയ്യട്ടോ. മോളെ, ഞങ്ങൾ എങ്ങനെ നിന്നോട് നന്ദി പറയണമെന്ന് അറിയുന്നില്ല. ഇങ്ങനത്തെ ഒരു വാക്കുകൾ കേട്ടാൽ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. സന്തോഷമായി എനിക്ക് ഈ അറിവൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇബാദത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടി അങ്ങനെ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിനെ കുറിച്ച് നല്ല ആശങ്കയുണ്ടായിരുന്നു. എന്തായി തീരും, എല്ലാവരും കല്യാണം കഴിച്ചു പോകും, പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും എന്നൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പഠിച്ച റബ്ബേ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുടെ കളിയാക്കലുകൾ കൊണ്ട് ഞാൻ മാസ്ക് ധരിച്ചാണ് പുറത്ത് പോകാറുള്ളത്. ഹേയ്, കരയേണ്ട മോള് കരയേണ്ട, എല്ലാം ശരിയാവും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അല്ലേ വലിയവന്. അപ്പം ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുക ഇൻഷാ അല്ലാഹ്. 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടൊന്ന് വരണം, എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ്. എന്നാൽ ഓക്കെ, എന്നാൽ മോളെ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. ആ ഉമ്മ അവരുടെ പേഴ്സിൽ നിന്ന് ഒരു 500 രൂപയുടെ നോട്ടെടുത്ത് അതാ നൂർ ഫാത്തിമയ്ക്ക് നേരെ നീട്ടുന്നു. മോളെ ഇത് പിടിച്ചോളി, നമ്മളെടുത്ത് ഇതേ ഉള്ളൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പൊന്നാരുമ്മ, എന്താ നിങ്ങളീ ചെയ്യുന്നത്? ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഇതൊന്നും വാങ്ങാൻ അർഹതപ്പെട്ടവളല്ല ഒരിക്കലും. ഹേയ്, എന്താ ഉമ്മ ഇങ്ങനെ? നൂർ ഫാത്തിമ അവളുടെ കയ്യിൽ നിന്ന് 500-ൻ്റെ 2 നോട്ടെടുത്ത് ആ ഉമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. ഉമ്മ, ഇത് വെച്ചോളി, പിന്നെ തേന് അത് ഇല്ലെങ്കിലൊന്ന് വാങ്ങിയിട്ട് എന്തെങ്കിലും മോൾക്ക് കൊടുത്തോളൂ, അതിലും ഷിഫയുണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ട്. മോളെ, അത് വേണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴോ അങ്ങോട്ടല്ലേ പൈസ തരേണ്ടത്, ഇതെന്താ ഇങ്ങനെ? ഉമ്മ, ഒരിക്കലും ഞാനൊരു ചികിത്സക്കാരിയോ ഒന്നുമല്ല, ഞാനൊരു ഉസ്താദിൻ്റെ പാവം ഭാര്യയാണ്, എനിക്കൊന്നും അറിയുമില്ല. എന്നാലും എനിക്കറിയുന്ന അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അത് സ്വീകരിക്കുമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരട്ടെ. സൗന്ദര്യത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് അതൊക്കെ മാറ്റി നല്ല രീതിയിൽ ക്ലിയർ ഉള്ളതാക്കി തരട്ടെ. മോളുടെ എല്ലാ സൗന്ദര്യ പ്രശ്നങ്ങളും ഇതോടുകൂടി തീരും ഇൻഷാ അല്ലാഹ്. പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ മതി. പിന്നെ തഹജ്ജുദ് നിസ്കരിക്കുന്ന കാര്യത്തിൽ ഞാൻ നിർബന്ധിക്കല്ല കേട്ടോ. നമ്മൾ ചെയ്താൽ നമുക്ക് നല്ലത്, അതുകൊണ്ടാണ്. ചെയ്താൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടും, നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കും. പിന്നെ സ്വലാത്തിൻ്റെ കാര്യം അതും മറക്കണ്ട. അതുപോലെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നല്ല ഭംഗിയുള്ളതാക്കി നല്ല സൗന്ദര്യവതിയായ ഒരു ഫർസാന മോള് ആയി മാറും നീയെ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മോളെ, ആ ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഹേയ്, എന്തിനാ ഉമ്മ കരയുന്നത്? അല്ല മോളെ, മോളിവിടെ നിന്നത് വല്ലാത്തൊരു ഉപകാരമായി പോയി. മോളെ, നിങ്ങളിവിടെ കുറച്ച് കാലമൊക്കെ ജീവിക്കുമോ? എന്നാൽ റാഹത്തായിരുന്നു. ഉമ്മ, എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയുന്നതല്ലേ മോളെ. അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരട്ടോ ഇൻഷാ അല്ലാഹ്. പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് മോളെ ഇങ്ങോട്ട് തന്നെ വരണം ഉസ്താദിൻ്റെ കൂടെ, എന്നിട്ട് ഇവിടെ ജീവിക്കണം. അതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. മോളിവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് നല്ല സമാധാനമായിരിക്കും. ഉമ്മ, അതൊക്കെ ഒരു തോന്നലാണ്. അല്ല മോളെ, നിൻ്റെ ഒരു വാക്ക് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ് എനിക്ക്. ഇൻഷാ അല്ലാഹ് ഉമ്മ, ഞാൻ ചിലപ്പോൾ 1-2 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഗൾഫിലേക്ക് പോകും, സൗദി അറേബ്യയിലേക്ക്. എൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവിടെ ആയിരിക്കും. ആണോ? മാഷാ അല്ലാഹ്. മോളെ, ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ റാഹത്തോടു കൂടി പ്രസവം ഉണ്ടാകട്ടെ, അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഉമ്മ, ആയിക്കോട്ടെ. എന്നാൽ ശരി, എന്നാൽ മോളെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ആ ഉമ്മയും മകളും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നൂർ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നാഫിക്ക അവളെ വിളിക്കുന്നു. നൂർമോൾ, എന്തായി ചികിത്സയൊക്കെ? നാഫിക്ക, നിങ്ങൾ എന്തിനു കളിയാക്കണോ? അല്ല മോളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അങ്ങനെ ഒരു കഴിവ് നൽകിയിട്ടുണ്ടെങ്കിലോ.
നാഫിക്ക, ഒരു കുട്ടിക്ക് സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ അതുപോലെ കല്യാണം ശരിയാത്തതിൻ്റെ പേരിൽ വന്നതായിരുന്നേ. അപ്പോൾ ഇക്ക പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞു കൊടുത്തു. മോളെ, അത് ഏറ്റവും നല്ലതല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യ കടാക്ഷം നിൻ്റെ മേലുണ്ടാവട്ടെ. ആമീൻ. പിന്നെ നമ്മൾ ഒരു ഇൽമ്, നാഫിയ ഇൽമ് അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലേ അതിൻ്റെ ഒരു പ്രതിഫലം നിനക്കും കിട്ടും. അങ്ങനെയുണ്ട്. ഖുർആനിലെ വാക്യങ്ങളൊക്കെ അല്ലേ നീ പറഞ്ഞു കൊടുത്തത്, തഹജ്ജുദിനെ പറ്റി. അതൊക്കെ ആര് ചെയ്യുന്നതോ അതൊരു ജാരിയായ സ്വതക്കയാണ്. അങ്ങനെയുണ്ടേ. എന്തായാലും മാഷാ അല്ലാ, എൻ്റെ പെണ്ണ് നല്ലൊരു ബീവിയായിട്ട് ഇവിടെ ഉണ്ടാകും ഇനിയില്ലേ. നാഫിക്ക, നിങ്ങളെ കളിയാക്കണ്ട കേട്ടോ. അങ്ങനെയല്ലടി, നല്ല കാര്യമല്ലേ. നിൻ്റെ ഒരു വാക്കിന് വേണ്ടി എത്ര ആളുകളാണ്. മാഷാ അല്ലാ, എൻ്റെ ഒരു ഭാഗ്യമല്ലേ. നാഫിക്ക, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ എന്താ ചെയ്യുക? അതിനെന്താ പെണ്ണെ, നമുക്ക് അറിവുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം. പ്രതിഫലം ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. നമ്മൾക്കറിവുള്ളത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ, അവർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം കൂടി നമ്മൾക്ക് കിട്ടും. ഓക്കെ, ഇൻഷാ അല്ലാ. പിന്നെ ഒരു ക്ലാസ്സും കൂടി ഉണ്ട് കേട്ടോ. അതെന്ത് ക്ലാസ്സാണെന്ന് എൻ്റെ നൂർ ഫാത്തിമക്ക് അറിയോ? അതിലാണ് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുള്ളത് നാഫിക്ക. പിന്നെ എന്താടേ, ക്ലാസ്സുകൾ എല്ലാ വിഷയത്തിലും ഉണ്ടാകും. നിനക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞ നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാതിരിക്കാൻ എനിക്ക് പറ്റൂലല്ലോ. എനിക്ക് അറിവില്ലാത്തവളല്ലേ. ഞാൻ എല്ലാം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാ, ഞാൻ നിനക്ക് നല്ല രീതിയിൽ ഓരോ ക്ലാസ് എടുത്ത് തരാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ, നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.